ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും എന്നെ വിളിച്ച് പറയാറുണ്ട്, സർ അവൻ എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തീരെ വാല്യൂ നൽകുന്നില്ല, ഇമ്പോർട്ടൻസ് നൽകുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അതിനുള്ള ഒരു സൊല്യൂഷനാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ്, ടിപ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഉടനടി അത് സീൻ ചെയ്തുകൊണ്ട് റിപ്ലൈ അയക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു എന്ന് വിചാരിച്ചോ, നിങ്ങൾ സീൻ ചെയ്തു, എന്നിട്ട് സീൻ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറി കേട്ടു എന്ന് വരാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ദേഷ്യപ്പെട്ടു എന്ന് വരാം, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതെ മെസ്സേജ് വരുന്ന സമയത്ത്, മെസ്സേജ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കറിയാം, പക്ഷെ അത് സീൻ ചെയ്യേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് സീൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ട് മെസ്സേജ് സീൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുക. സീൻ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യാം, റിപ്ലൈ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിങ്ങളുടെ മുഴുവൻ ടൈമും അവർക്ക് വേണ്ടി മാറ്റിവെക്കാതെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാഷൻസ് ഉണ്ടാവാം, ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അല്ലേ? അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കുക, ബിസിയാക്കുക. നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും, എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ കരിയർ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാഷൻ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു അതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം, എനിക്ക് വാല്യൂ നൽകണം എന്നൊക്കെയുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് വരും. അപ്പോൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും അതൊക്കെ ഒരു കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷനെ കൂടുതലായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വേണം എന്നുള്ളതാണ്. യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയാനും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അവരെന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യെസ് പറയാതിരിക്കുക. കാരണം നിങ്ങൾ അവിടെ നോ പറയുമ്പോഴാണ് എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വാല്യൂ ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും വാല്യൂവും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നൽകത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യെസ് ഓർ നോ പറയാൻ നിങ്ങൾക്ക് കഴിയണം, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം, അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ എത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എപ്പോഴും അവരുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ തന്നെ നടക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവണത കുറച്ചൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയമെങ്കിലും പിരിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് രണ്ട് ദിശകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിരിഞ്ഞിരിക്കാം. അങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാകത്തുള്ളൂ. നേരെ മറിച്ച് എല്ലാ സമയത്തും നിങ്ങൾ അവൈലബിൾ ആണ്, എല്ലാ സമയത്തും നിങ്ങളുടെ പുറകെ ഉണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സമയം ഉണ്ടാവത്തില്ല. ഒരു വാല്യൂ സത്യത്തിൽ മനസ്സിലാക്കാനും കഴിയത്തില്ല, ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് കൂടത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യാനുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു സമയത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കെങ്കിലും മാറി നിൽക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രാധാന്യം അപ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ഓടിക്കേറി കോൾ അറ്റൻഡ് ചെയ്യുക. ഒരു റിങ് കഴിയുന്നതിന് തൊട്ട് മുൻപ് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എപ്പോൾ വിളിച്ചാലും അവളെ എടുക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക്. എന്നെ അത്രയും ജീവനാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുള്ള ആൾക്ക് വലിയ സ്നേഹവും പ്രാധാന്യമൊന്നും നിങ്ങൾക്ക് നൽകത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നിട്ടില്ലെങ്കിൽ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് പോകും. പുള്ളിക്ക് നമ്മൾ മാത്രമൊന്നുമല്ല, പുള്ളിക്ക് വിചാരിച്ച ആരെ വേണമെങ്കിലും കിട്ടും. അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. അഥവാ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പുറകെ വരുമെന്നുള്ളതാണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ കോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാതെ ഒന്നുകിൽ ആ കോൾ കുറേ റിങ് ചെയ്ത് ലാസ്റ്റ് കട്ടാവുന്നതിന് തൊട്ട് മുൻപ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് അവർ റിങ് ചെയ്യുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുക. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രവണത ഒഴിവാക്കുക. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു പ്രാധാന്യവും നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ നൽകത്തുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ അവർ ഇതൊന്നും മനസ്സിലാക്കാതെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവരിൽ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടുതൽ പ്രാധാന്യവും അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ വാല്യൂ ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 5 പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഞാൻ റീഡ് ചെയ്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു. നമസ്തേ.